2020 ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് മികച്ച സംവിധാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരെ ഒന്നൊന്നായി സ്പൈക്ക് ലീ അവതരിപ്പിക്കുകയാണ്. ടോഡ് ഫിലിപ്സ്, മാർട്ടിൻ സ്കോസേസി, സാം മെൻഡിസ്, ക്വിന്റൻ ടാരന്റിനോ, പിന്നെ ബോങ് ജൂൺ ഹോയും. ഒടുവിൽ ആ നിമിഷം വന്നെത്തി. ഈ സീൻ്റെ ക്ലൈമാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കോസേസിക്കും ടാരന്റിനോയ്ക്കും നന്ദി പറഞ്ഞ മികച്ച സംവിധാനത്തിനടക്കം 4 അവാർഡുകൾ വാങ്ങി തന്റെ കണ്ണുകളിൽ ചിരിയും നിറച്ചു നിൽക്കുന്ന ബോങ്ങിനെ സിനിമാ പ്രേമികൾ മറക്കില്ല. കാരണം ഓരോ തവണ അയാൾ അവാർഡ് ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് കയറിയപ്പോഴും സബ് ടൈറ്റിലിന്റെ 1 ഇഞ്ച് നീളമുള്ള തടസ്സം നമ്മൾ ചാടിക്കടക്കുകയായിരുന്നു. ഹോളിവുഡിനും അപ്പുറത്ത് വിസ്മയങ്ങൾ ഒളിപ്പിച്ച സിനിമാ ലോകം പരിചയപ്പെടുകയായിരുന്നു. കിം കി ഡൂക്ക്, പാക് ചാൻ വുക്ക് എന്നിങ്ങനെ നിരവധി ദക്ഷിണ കൊറിയൻ സിനിമാക്കാർ നമ്മൾ മലയാളികളുടെ പരിചയക്കാരാണ്. ഇതിൽ കിം കി ഡൂക്ക് നമ്മുടെ സ്വന്തം ആളുമാണ്. ഈ നിരയിൽ നമുക്ക് ബോങ്ങിനെയും ഉൾപ്പെടുത്താം. ബോങ്ങിനെ നമ്മൾ കണ്ടാൽ തിരിച്ചറിയാൻ തുടങ്ങിയത് പാരസൈറ്റിന് ശേഷമാണെങ്കിലും അതിനു മുൻപും അദ്ദേഹത്തിന്റെ ഒരു സിനിമ നമ്മുടെ എല്ലാം ഉറക്കം കെടുത്തിയിരുന്നു, മെമ്മറീസ് ഓഫ് മർഡർ. ആ സിനിമയുടെ ക്ലൈമാക്സ്, ആ സിനിമയിലെ സത്യം ഇന്നും പ്രേക്ഷകരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഫോർത്ത് വാളും ബ്രേക്ക് ചെയ്ത് നമ്മളെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. മിക്കി 17 വരെ നീളുന്ന ഫിലിമോഗ്രഫിയിൽ ജോണറുകളുടെ പുതിയ രസക്കൂട്ടുകളാണ് ബോങ് നമുക്ക് പരിചയപ്പെടുത്തിയത്. തന്റെ സിനിമകളിലൂടെ തനതായ ശൈലിയിൽ എല്ലാ നാടിനെയും സംബന്ധിക്കുന്ന മനുഷ്യനെയും പ്രകൃതിയെയും പറ്റിയുള്ള ചില ചോദ്യങ്ങളാണ് അയാൾ ചോദിക്കുന്നത്. 1980കളിൽ സിയോളിലെ യോൺസെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ചേർന്ന ഒരു ഫിലിം ക്ലബ് രൂപീകരിച്ചിരുന്നു, യെല്ലോ ഡോർ ഫിലിം ക്ലബ്. സിനിമ പിടിക്കാൻ പിരാന്തെടുത്ത് നടന്നിരുന്ന ആ ചെറുകൂട്ടം ഒത്തുകൂടിയിരുന്ന സ്ഥലത്ത് ഒരു മഞ്ഞ ഡോർ ഉണ്ടായിരുന്നു. ആ വാതിൽ വഴിയാണ് യെല്ലോ ഡോർ എന്ന പേര് വന്നത്. ഈ ക്ലബിലെ ആദ്യകാലം മുതലുള്ള അംഗമാണ് ബോങ്. ഗോദാർ, തർക്കോവസ്കി, ഹിച്ച്കോക്ക് തുടങ്ങിയവരുടെ സിനിമകളുടെ VHS ടേപ്പുകൾ ബോങ് വീഡിയോ സ്റ്റോറുകളിൽ നിന്ന് അരിച്ചു പെറുക്കി കണ്ടുപിടിക്കും. എന്നിട്ട് അത് കോപ്പി ചെയ്ത് ലേബൽ ചെയ്ത് ക്ലബിൽ പ്രദർശിപ്പിക്കും. പിന്നെ ചർച്ചയായി, തർക്കമായി. ആ കാലത്ത് ദക്ഷിണ കൊറിയയിൽ സജീവമായിരുന്ന മറ്റ് ഫിലിം ക്ലബ്ബുകൾ രാഷ്ട്രീയം സംസാരിച്ചപ്പോൾ സിനിമയെ അക്കാഡമിക്കായി സമീപിക്കാനായിരുന്നു യെല്ലോ ഡോറിന്റെ തീരുമാനം. ബോങ്ങിന്റെ ആദ്യകാല വർക്കുകൾ പലതും കണ്ടിട്ടുള്ളത് ഈ ക്ലബിലെ അംഗങ്ങളാണ്. 1992 ഡിസംബറിൽ ക്ലബ് അംഗങ്ങൾക്ക് മാത്രമായി അദ്ദേഹം തന്റെ ആദ്യ ഹ്രസ്വചിത്രമായ ലുക്കിംഗ് ഫോർ പാരഡൈസ് എന്ന 23 മിനിറ്റ് ദൈർഘ്യമുള്ള സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ പ്രദർശിപ്പിച്ചു. 2 മാസം ട്യൂഷൻ എടുത്ത് കിട്ടിയ കാശുകൊണ്ട് തന്റെ ലീവിംഗ് റൂം പശ്ചാത്തലമാക്കിയാണ് ഈ 8mm ചിത്രം ബോങ് നിർമ്മിച്ചത്. ഒരു കുരങ്ങനും ഒരു ശലഭപ്പുഴുവുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇതാണ് എന്റെ സ്റ്റൈൽ എന്ന് സുഹൃത്തുക്കളോട് വിളിച്ചു പറയുകയായിരുന്നു ബോങ്. അതവർക്ക് കൃത്യമായി മനസ്സിലായത് ബോങ്ങിന്റെ ആദ്യ ചിത്രം കണ്ടപ്പോഴാണ്. സദാ കുരയ്ക്കുന്നൊരു നായ ഒരു മനുഷ്യന് ശല്യമാകുന്നു. ഇതാണ് പ്രമേയം. 2000 പുറത്തിറങ്ങിയ ബാർക്കിംഗ് ഡോഗ്സ് നെവർ ബൈറ്റ് എന്ന ആ ചിത്രം ബോക്സ് ഓഫീസിൽ പച്ച തൊട്ടില്ല. എന്നാൽ നിരൂപകരുടെ വാണ്ടഡ് ലിസ്റ്റിൽ ബോങ് കടന്നുകൂടി. 2003 ബോങ്ങിനെ അവർ സ്ഥിരം പുള്ളികളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെ കൊണ്ടിരുത്തി. അതെ, ആ വർഷമാണ് മെമ്മറീസ് ഓഫ് മർഡർ ഇറങ്ങിയത്. ഡാർക്ക് ഹ്യൂമറും ത്രില്ലറും സംയോജിപ്പിച്ച ആഖ്യാനം, സാധാരണ ത്രില്ലർ ടെംപ്ലേറ്റുകൾക്ക് നേർ വിപരീതം. സിനിമ തീർന്നാലും ഒരു ചോദ്യം പോലെ ബാക്കിയാകുന്ന ക്ലൈമാക്സ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം സിനിമയിൽ എവിടെയോ ഉണ്ട്, നിങ്ങളും അത് കണ്ടതല്ലേ എന്നാണ് സ്ക്രീനിലേക്കുള്ള നോട്ടത്തിലൂടെ ഡിറ്റക്റ്റീവ് പാർക്ക് നമ്മളോട് ചോദിക്കാതെ ചോദിക്കുന്നത്. ഈ ലോകം ചിലപ്പോഴൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ നൽകാറില്ല എന്ന് കൂടിയാണ് ഈ ക്ലൈമാക്സ് പറയാൻ ശ്രമിക്കുന്നത്. മെമ്മറീസ് ഓഫ് മർഡർ നൽകിയ ഊർജ്ജം തന്റെ സ്റ്റൈലിനെ എക്സ്പ്ലോർ ചെയ്യാൻ ബോങ് ഉപയോഗിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. 2006 റിലീസായ രാഷ്ട്രീയത്തിന്റെ അടരുകളുള്ള മോൺസ്റ്റർ മൂവി ഹോസ്റ്റ് കൊറിയയിലെ വമ്പൻ ഹിറ്റായി. ഹാൻ നദിക്ക് സമീപം കണ്ടെത്തിയ മ്യൂട്ടേറ്റഡ് മത്സ്യത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഈ സിനിമയുടെ പ്രചോദനം. 2000 US മിലിറ്ററി മോട്ടീഷ്യൻ ഹാൻ നദിയിലേക്ക് ഫോർമാൽഡിഹൈഡ് നിക്ഷേപിക്കാൻ ഉത്തരവിട്ട സംഭവം കഥയ്ക്ക് വളമായി. അന്താരാഷ്ട്ര വിതരണം ലഭിച്ച ബോങ്ങിന്റെ ആദ്യ ചിത്രവുമാണിത്. 2009 ബോങ് മദർ സംവിധാനം ചെയ്തത്. ഈ സിനിമയ്ക്ക് മെമ്മറീസ് ഓഫ് മർഡറിന്റെ നേരിയ ഛായ കാണാം. പഴുതടച്ച സ്ക്രീൻ പ്ലേയും മുഖ്യ കഥാപാത്രമായ കിം ഹൈജായുടെ അഭിനയവുമാണ് ചിത്രത്തെ വേറിട്ട് നിർത്തിയത്. ഇതിനു പിന്നാലെ എത്തിയ ഡിസ്റ്റോപ്പിയൻ സൈഫൈ ത്രില്ലർ സ്നോ പിയേഴ്സറാണ് ബോങ്ങിന്റെ ആദ്യ ഇംഗ്ലീഷ് ഭാഷാ ചിത്രം. വേണമെങ്കിൽ അയാൾക്ക് ഒരു സാധാ സൈഫൈ ആക്ഷൻ പടം എടുത്ത് മടങ്ങാമായിരുന്നു. പക്ഷേ അതല്ലല്ലോ ശീലം. അയാൾ സിനിമയിലെ തീവണ്ടിയെ വർഗ്ഗവിഭജനത്തിന്റെ രൂപകമാക്കി. സിനിമ കണ്ട US ഡിസ്ട്രിബ്യൂട്ടർ ഹാർവി വെയിൻസ്റ്റൈൻ 20 മിനിറ്റ് കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കാരണം അയാൾക്ക് അതൊരു ആർട്ട് ഹൗസ് പടമായിട്ടാണ് തോന്നിയത്. US-ലുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ കട്ട് കട്ടായമാണെന്ന് ഹാർവി വാശി പിടിച്ചു. കട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഭാഗം മത്സ്യത്തൊഴിലാളിയായിരുന്ന തന്റെ പരേതനായ പിതാവിനുള്ള ട്രിബ്യൂട്ടാണെന്ന ഒരു മുഴുത്ത നുണ ബോങ് ഹാർവിയോട് പറഞ്ഞു. ഇന്ന് കൾട്ട് സ്റ്റാറ്റസ് ഉള്ള സ്നോ പിയേഴ്സർ അൺകട്ടഡായി വരാൻ കാരണം സംവിധായകന്റെ ആ കല്ലുവെച്ച നുണയാണ്. ഹോളിവുഡിൽ അവതരിച്ചതിന് ശേഷം 2019 ബോങ് ഒരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനലാണ് ചെയ്തത്. ഓഗ്ജ, ഒരു പെൺകുട്ടിയുടെയും അവളുടെ ജനിതകമാറ്റം വരുത്തിയ സൂപ്പർ പന്നിയുടെയും കഥ. മുതലാളിത്തത്തിന്റെ കാട്ടിക്കൂട്ടലുകളെ, നേച്ചർ ഫ്രണ്ട്ലി തട്ടിപ്പിനെ നെറ്റ്ഫ്ലിക്സിലിരുന്ന് ആ സംവിധായകൻ പരിഹസിച്ചു. 2019 ബോങ് പാരസൈറ്റ് സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമയിലൂടെ വർഗ്ഗവിഭജനത്തെ പറ്റി ആ സംവിധായകൻ തന്റേതായ രീതിയിൽ ഒരു മാനിഫെസ്റ്റോ രചിക്കുകയായിരുന്നു. അത് മനസ്സിലായവരും അല്ലാത്തവരും ഒരേപോലെ ആ സിനിമയ്ക്ക് കൈയടിച്ചു. ബോങ്ങിന്റെ ക്രാഫ്റ്റ് അതിന്റെ പരകോടിയിൽ എത്തുന്നതാണ് പാരസൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാംഡിയോറും 4 ഓസ്കാറും നേടിയതല്ല ഈ ചിത്രത്തിന്റെ മേന്മ. മോഹത്തിനും അതിമോഹത്തിനും ഇടയിലുള്ള വിടവ് നിർണ്ണയിക്കുന്ന സ്റ്റാറ്റസിനെ പറ്റിയാണ് പാരസൈറ്റ് സംസാരിച്ചത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ സിനിമ പാരസൈറ്റുകളുടെ, ഇത്തിൽക്കണ്ണുകളുടെ കഥയാണ്. അത് സമൂഹത്തിന്റെ മേൽത്തട്ടിലുള്ളവരോ താഴെത്തട്ടിലുള്ളവരോ എന്നത് മാത്രമാണ് ചോദ്യം. പാരസൈറ്റിലെ ഫ്ലഡ് സീനിൽ ഈ സിനിമയുടെ ആശയം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ഈ സീൻ സംസാരിക്കുന്നത് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല,
ബോങ് ഇനി എടുക്കാനിരിക്കുന്ന സിനിമകൾക്ക് വേണ്ടി കൂടിയാണ്. പാർക്ക് ഫാമിലിയിലെ മുൻ വീട്ടുജോലിക്കാരി കിം കുടുംബത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം സംഭവിക്കുന്ന സീനാണിത്. കൊടുമഴയത്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്ന കിമ്മും കുടുംബവും കാണുന്നത് ആ ആയുസിലുണ്ടാക്കിയതെല്ലാം വെള്ളം കയറിയിരിക്കുന്നതാണ്. ഈ സീൻ ബോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിഷ്വൽ മെറ്റഫോറുകൾ ഉപയോഗിച്ചാണ്. കഥയിലെ ടേണിംഗ് പോയിന്റാണ് ഈ സംഭവം. അക്ഷരാർത്ഥത്തിൽ ഉന്നത ശ്രേണിയിൽ എത്തിപ്പെട്ടുവെന്ന തോന്നലിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യത്തിലേക്കുള്ള കിം കുടുംബത്തിന്റെ പടിയിറക്കം. ഇത് സൂചിപ്പിക്കാനാണ് പടിക്കെട്ടുകൾ ആവർത്തിച്ച് കാണിക്കുന്നത്. ബേസ്മെന്റിലേക്കുള്ള ഈ ഇറക്കം ഒരു തരത്തിൽ അവർ എവിടെ നിന്ന് വന്നു എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അവരുടെ നിരാശയാണ് ഈ ഇറക്കം. ഇരുണ്ട ക്ലോസ്ട്രോഫോബിക്കായ ഫ്രെയിമുകൾ ആ നിരാശയാണ് സംവേദിക്കുന്നത്. യാങ് ജിൻമോയുടെ എഡിറ്റിംഗ് ഈ സന്ദർഭത്തിന് താളം നൽകുന്നു. വെള്ളം നിറഞ്ഞ തെരുവുകളിലൂടെ ഓടുന്ന അവരുടെ പരിഭ്രാന്തി കൃത്യമായി നമ്മളിലേക്ക് സംവിധായകൻ എത്തിക്കുന്നുണ്ട്. ഈ സീനിലെ ഓരോ മൊമെന്റിലും സംവിധായകന്റെ കരവിരുത് പ്രകടമാണ്. നിർവികാരതയോടെ പൊട്ടിത്തകർന്ന കമോഡിന് മുകളിൽ ഇരുന്ന ഒരു കഥാപാത്രം സിഗരറ്റ് ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ പോലും അയാൾ കഥ പറയുകയാണ്. അഴുക്കുചാലിൽ ജീവിച്ച് ഇടയ്ക്ക് എപ്പോഴോ സുഭിക്ഷത നിറഞ്ഞ അടുക്കളയിലേക്ക് ഇറങ്ങി വീണ്ടും മാളത്തിലേക്ക് തിരിച്ചു ചെല്ലുന്ന എലികളെ പോലെയാണ് അവർ. എല്ലാ സൗകര്യങ്ങൾക്കിടയിലും അവർ ഭയക്കുന്നു, തിരിച്ചിറങ്ങുന്നു. ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന ഹൈറാർക്കിയുടെ താഴെത്തട്ടിൽ വെള്ളം കയറിയാൽ മുകളിലേക്കുള്ള വാതിൽ തുറക്കില്ല, അത് അടഞ്ഞു തന്നെ കിടക്കും. ആ അഴുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും നീന്തി തുടിച്ചു ചെല്ലുമ്പോൾ മേൽത്തട്ടിലുള്ളവർക്ക് അവരുടെ ഗന്ധം, രൂപം, പെരുമാറ്റം എല്ലാം വിചിത്രമായി തോന്നും. അവർ മൂക്കുപുത്തും, മാറ്റി നിർത്തും. ക്യാപിറ്റലിസം എന്ന കെണിയെ പറ്റിയാണ് ബോങ് എല്ലാ കാലത്തും സംസാരിച്ചത്. ഒടുവിൽ ഇറങ്ങിയ ആ മിക്കി 70-ലും അത് അങ്ങനെ തന്നെയായിരുന്നു. തിരിച്ചു വരുമെന്ന ഉറപ്പിൽ നമുക്ക് മിക്കിയെ പോലെ എത്ര തവണ വേണമെങ്കിലും മരിക്കാം, 9 to 5 ജോലി പോലെ. എന്നാൽ ഇനിയൊരു തിരിച്ചുവരവ് ഇല്ലെന്ന് മനസ്സിലാക്കിയാലോ? നമ്മൾ ഇടയും, ഏത് വ്യവസ്ഥയോടും കയർക്കും. അങ്ങനെ കയർക്കുന്ന സംവിധായകനാണ് ബോങ്. അങ്ങനെ ഇടയുന്ന സിനിമകളാണ് ആ സംവിധായകൻ എടുക്കുന്നത്. ഏതൊരു സിനിമാ പ്രേമിയും അന്വേഷിക്കുന്നത് ബോങ്ങിനെ പോലെ 24 frames per second ധിക്കാരം പറയുന്നവരെയാണ്, കാട്ടുന്നവരെയാണ്. എന്തുകൊണ്ട് ഇവർ ധിക്കാരികളായി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ചില സമയത്ത് ചില മനുഷ്യർ ജനിക്കുന്നു, ജീവിക്കുന്നു, സിനിമ എടുക്കുന്നു, കലഹിക്കുന്നു, മരണം വരെ അത് തുടരുന്നു.